ഹലോ ഫ്രണ്ട്സ്, ടി കെ ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഷോ പീസാണ് നമ്മളുടെ വീഡിയോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുത്തെന്നുള്ള വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത മുന്തിരി കൊല പോലെ ചെയ്തെടുത്തതാണ്. ഇതിന് ആവശ്യമായിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ, പിന്നെ ഇത് അമ്പഴങ്ങയാണ്. അമ്പഴങ്ങൻ്റെ കുരു പെയിൻ്റൊക്കെ അടിച്ച് വെച്ചതാണ്, സ്ട്രോബെറിൻ്റെ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലാണ് ഞാൻ ഈ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതിന് പെയിൻറ്റിൻ്റെ ആവശ്യമോ ഒന്നിൻ്റെ ഒരാവശ്യമില്ല. നമുക്ക് സാധാരണ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം പേരക്ക പറിക്കാൻ പോവുകയാണ്. പേരക്ക പറിക്കല്ല, താഴെന്ന് പെറുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പഴുത്ത പേരക്ക എനിക്കിതിൽ കിട്ടിയിട്ടുണ്ട്. വലിയ സന്തോഷമായി. ഇത് കണ്ടില്ല, പഴുത്ത് നിൽക്കുന്നുണ്ട് പേരക്ക. നല്ല ഷേപ്പുള്ള പേരക്കയാണ് ഇതിന് ഉപയോഗിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേരക്ക മരത്തിൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ കുറച്ച് പേരക്കയൊക്കെ കിട്ടി. നല്ല പഴുത്ത പേരക്ക, നല്ല ഷേപ്പുള്ള പേരക്ക തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പേരക്ക ഇത് കണ്ടില്ലേ, നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പഴുത്ത പേരക്കയാണ്, നല്ല ഷേപ്പും ഉണ്ട്, നല്ല ഉഷാറായിട്ട് കിട്ടി. അപ്പോൾ ഇതേപോലെ നല്ല ഷേപ്പുള്ള പേരക്കയാണ് നമുക്ക് ഈ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം. അപ്പോൾ ഇതേപോലെ ബോള് പോലെ. അപ്പോൾ താഴെ നല്ല വീണ് ഉണങ്ങിയൊക്കെ കിടക്കുന്നുണ്ടാവും, അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ കിട്ടും. നല്ല ഉണങ്ങ പേരക്കയാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ്. ഇതേപോലെ ഞാൻ ബ്ലാക്കിലുള്ള ഒരു പ്ലാസ്റ്റിക് കവറാണ് സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കവറ്. നല്ല ഗ്ലേസിങ് ഉണ്ടാവും, അതേസമയം ഇതിന് പെയിൻ്റൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഒരു എണ്ണം കേടായി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് റീമേക്ക് ചെയ്യാൻ വേണ്ടി ഞാനിത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ പിന്നെ അതൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ അത് കൂട്ടുകാരുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിതെല്ലാം ഓരോന്നായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കവറിൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ തന്നെയാണ് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് കാണിക്കണത് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഈ പേരക്കൻ്റെ എഡ്ജൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം ഇത് വെക്കാൻ. ഇതേപോലെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക. ചെറുതായിട്ട് തന്നെ കൈ കൊണ്ട് തന്നെ ശരിയാക്കി എടുക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കവറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ഇതേപോലെ ചുറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതേപോലെ നല്ല ടൈറ്റിൽ കെട്ടിയെടുക്കുക. പിന്നെ ഇത് കേടായി പോലെന്നൊക്കെ സംശയങ്ങളുണ്ടാവും. അപ്പോൾ 9 വർഷമായിക്കണ ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ ചെയ്ത് വെച്ചിട്ട് ഇതുവരെ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് നമ്മളെ ഭാവനക്കനുസരിച്ചിട്ട് നമുക്കിത് നമുക്ക് വേണ്ടത് നൂലാണ്. നമ്മൾ മെഷീനൊക്കെ തയ്യൽ മെഷീനൊക്കെ ഉപയോഗിക്കണം നൂലെടുത്താൽ മതി. ഇതേപോലെ ചുറ്റി അതേ കളർ തന്നെ ആകുമ്പോൾ ബോറില്ലാതായിക്കോളും. നമ്മൾ ബ്ലാക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ടൈറ്റാക്കി ഓരോന്നും വെച്ചിട്ട് ചുറ്റി കെട്ടി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ബാക്കിലേക്ക് വരുമ്പോൾ നല്ല വലുത് നോക്കിയിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക.
അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.